ചേച്ചി ഒന്ന് മ്യൂട്ട് ചെയ്യണേ ചേച്ചി. 17-ാമത്തെ 17-ാമത്തെ സാഖ്യയോഗം 17-ാമത്തെ ശ്ലോകമായിരുന്നു നമ്മൾ എടുക്കണ്ടെങ്കിൽ. അവിനാശി തു തദ്വിദ്ധി യേന സർവമിദം തദം വിനാശമവ്യസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. യാതൊന്നിനാൽ ഇതൊക്കെയും വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ അതാകട്ടെ അവിനാശി ആണെന്ന് അറിഞ്ഞാലും നാശരഹിതമായ അതിനെ നശിപ്പിക്കാൻ ആർക്കും ആവില്ല. അപ്പോൾ നേരത്തെയുള്ള ശ്ലോകത്തിൽ സത്തിനെ കുറിച്ചും അസത്തിനെ കുറിച്ചും, സത്തും അസത്തും, അതിനെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ശ്ലോകം. ഇനി അസത്ത് എന്തുവാണെന്ന് പറയുക. സത്തും അസത്തും നമ്മൾ കണ്ടതാണ്, ശരിക്കും അത് എല്ലാം വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇപ്പം സത്തിനെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുക. അതിന് ശരിക്കും ഡിഫൈൻ ചെയ്യാൻ ഒക്കത്തില്ല, ഒരു ഇൻഡിക്കേഷനാണ്. യാതൊന്നിനാൽ ഇതൊക്കെയും വ്യാപിക്കപ്പെട്ടിരിക്കുന്നു അതാകട്ടെ അവിനാശിയാണെന്ന് അറിഞ്ഞാലും. ഏതൊക്കെ മൊത്തം നിറഞ്ഞിരിക്കുന്നത്, ഈ പ്രപഞ്ചം മുഴുക്കെ നിറഞ്ഞിരിക്കുന്നത് ഏത് സത്വസ്തുവാണോ അത് നാശമില്ലാത്തതാണെന്ന് അറിഞ്ഞാലും നാശരഹിതമായ അതിനെ നശിപ്പിക്കാൻ ആർക്കും ആവില്ല. ഒന്നുകൊണ്ടും അതിനെ നശിപ്പിക്കാൻ ഒക്കത്തില്ല. ഇത് മൊത്തം വ്യാപിച്ചു കിടക്കുകയാണ്. നാം ഇന്ന് അനുഭവിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കൾക്കും ഉണ്മയായി അവയിലെല്ലാം വ്യാപിച്ചു നിൽക്കുന്ന പരമ്പൊരുളത്രയും സത്ത്. ഇതാ പല മാതിരിയിലുള്ള മൺപാത്രങ്ങൾ. ഓരോന്നിൻ്റെയും ആകൃതിക്കും നിറത്തിനും വലിപ്പത്തിനും വ്യത്യാസമുണ്ട്. ഉപയോഗമനുസരിച്ച് പേരുകളും വേറെയാണ്. നാമരൂപങ്ങൾ വിഭിന്നങ്ങളാണെങ്കിലും അവയിലെല്ലാം വ്യാപിച്ചു നിൽക്കുന്ന, അവയ്ക്കെല്ലാം ഉണ്മ നൽകുന്ന സത്ത മണ്ണ് ഏകമാണ്. മൺപാത്രങ്ങളിലൊക്കെയും മണ്ണ് വ്യാപിച്ചു നിൽക്കുന്നു. മണ്ണില്ലെങ്കിൽ മൺപാത്രങ്ങളില്ല. മണ്ണിൽ നിന്നാണവ ഉണ്ടായത്, നിലനിൽക്കുന്നതും മണ്ണിൽ തന്നെ. അവസാനം അവ മൺപാത്രങ്ങൾ ഉടയുമ്പോൾ അവയുടെ നാമരൂപങ്ങൾ മണ്ണിൽ തന്നെ ലയിക്കുകയും ചെയ്യും. മൺപാത്രങ്ങളുടെ സത്ത മണ്ണാണ്, അത് അവയിൽ വ്യാപിച്ചു നിൽക്കുന്നു. അതുപോലെ നിത്യപരിണാമിയായ ഈ ജഗത്തിന് ഉണ്മയായി ഇതിൽ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന സത്തയായ ആത്മാവ് അവിനാശി അത്രേ. അതിന് ഒരിക്കലും ഒരു തരത്തിലും നാശം സംഭവിക്കുന്നില്ല. ഇനി അസത്തിന്റെ സ്വരൂപം എന്തെന്ന് പറയാം, അതാണ് അടുത്തത്. ഇപ്പൊ സത്തിനെ കുറിച്ച് പറയുക. ഈ സത്തിനെ കുറിച്ച് പറയുമ്പോൾ സത്ത് അതിന് നാശമില്ല, മാറ്റമില്ലാത്തതാ. ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭാവിയിലും ഒരേപോലെ നിലനിൽക്കുന്നു. ഈ മൂന്ന് കാലത്ത് ഒരേപോലെ നിലനിൽക്കുന്ന എന്തോ അതാണ് സത്യം, മാറ്റമില്ലാത്തത്. അത് ഈ പരമാത്മ ചൈതന്യം മാത്രമാണ്. അതിനെ എക്സ്പ്ലെയിൻ മൺപാത്രങ്ങൾ വെച്ചിട്ട് പറയുകയാണ്. ഈ പല പല മൺപാത്രങ്ങളുണ്ട്. അതിലെല്ലാം മണ്ണാണ്. മണ്ണിന്റെ പല പല ഉപയോഗം അനുസരിച്ച് ഓരോന്നിനും കലവെന്നും ഓരോന്നും നമ്മൾ ഓരോ പേരുകൾ പറയും. എത്രയോ മൺപാത്രങ്ങളുണ്ട്, പക്ഷെ എല്ലാം മണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. സോ മണ്ണിലാണ് ആ പാത്രങ്ങളെല്ലാം നിലനിൽക്കുന്നത്. ഈ ഈ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന മണ്ണ് കുഴച്ച് പല രൂപത്തില് പല ഷേപ്പിലോട്ട് അത് കൊണ്ടുവരിക. ഈ മണ്ണില് ഇതിലുണ്ടാക്കുന്ന ഏത് പാത്രങ്ങളുടെയും സാധ്യത അതിനകത്തുണ്ട്. മണ്ണായിട്ടിരിക്കുമ്പോൾ ഈ മണ്ണിൽ നിന്നാണ് ഓരോ രൂപങ്ങൾ ഫോം ആവുന്നത്, ഓരോ ഭാവങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അതിൽ നിന്നാണ്. അപ്പം ഈ പരമാത്മ ചൈതന്യം തന്നെയാണ് നമ്മൾ വാസനയിൽ കൂടെ ഓരോരോ മനുഷ്യരൂപങ്ങളായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഈ പരമാത്മ ചൈതന്യമാ, അതാണ് ഞാൻ ശരിക്കും. പക്ഷേ എൻ്റെ ശരീരത്തിൽ വന്നപ്പോൾ അതിനൊരു രൂപമായി, അതിനൊരു പേര് വന്നു. പക്ഷേ ഈ മൺപാത്രങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മൺപാത്രങ്ങളെല്ലാം അതിൻ്റെ എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന മണ്ണാ. കളിമണ്ണ് കൊണ്ടുണ്ടാക്കുന്ന എല്ലാ മൺപാത്രങ്ങളും. ഇതുപോലാണ് ആഭരണങ്ങൾ. സ്വർണം കൊണ്ട് എന്തെല്ലാം തരത്തിലുള്ള ആഭരണങ്ങളുണ്ട്, പക്ഷെ എല്ലാത്തിലും സ്വർണമാണുള്ളത്. സ്വർണം പല രൂപത്തിൽ, ഭാവത്തിൽ. അപ്പം സ്വർണം തന്നെ ഓരോ ഷേപ്പ് അനുസരിച്ചും ഓരോ നമ്മൾ അതിന് പേരും കൊടുക്കുന്നു. ഇതുപോലാണ് മനുഷ്യരും. ഇവിടെ മനുഷ്യർ മാത്രമല്ല, ജീവജാലങ്ങളെല്ലാം ഈ പരമാത്മ ചൈതന്യത്തിന്റെ ഓരോ വാസനയ്ക്കനുസരിച്ച് ഓരോ രൂപങ്ങൾ എടുക്കുന്നു. അപ്പൊ നമ്മൾ ഓരോന്നിനും പേരും കൊടുക്കുന്നു. നമ്മൾ പേരായിട്ട് പക്ഷെ ആ രൂപം വരുന്നു, ആ രൂപത്തിന് നമ്മൾ പേര് കൊടുക്കുന്നു. ഇതാണ് പരമാത്മ ചൈതന്യ സവിശേഷത.
അതിനെ നശിപ്പിക്കാൻ ആർക്കും ഒക്കത്തില്ല. ഇത് വ്യാപിച്ച് കിടക്കുക. ഇതിന് എങ്ങോട്ടും മാറാൻ പറ്റത്തില്ല. ദേശകാല പരിമിതി, അതാ ദേശകാല പരിമിതികളില്ല. അതിന് ഏത് ദേശമെന്നോ കാലം, ടൈം ഒരു ഫാക്ടറി അല്ല. ഇതിനെല്ലാം അതീതമാണ്. ഇപ്പം നമ്മളിപ്പോൾ എല്ലാം ഉള്ളത് എന്തുവാ? ഇപ്പം നമ്മളെല്ലാം ഇങ്ങനെ ഓരോ ദേശത്തിനനുസരിച്ച് സമയം മാറുക. നമ്മൾ ഇവിടെയുള്ള സമയമല്ല വേറെ രാജ്യത്തിലെ സമയം. പക്ഷെ ഇതിനൊക്കെ അതീതമായിട്ട് നിൽക്കുന്ന ഒരു വസ്തുവാണ് ഈ പരമാത്മ ചൈതന്യം. അതാ നമ്മൾ ഈ പരമാത്മ ചൈതന്യം ഡിഫൈൻ ചെയ്യാൻ നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഒരുമാതിരിയൊക്കെ ഈ ശാസ്ത്രങ്ങളൊക്കെ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുക, സൂചിപ്പിക്കുക, ചൂണ്ടുപലക പോലെ. പക്ഷെ നമ്മൾ അതിനെ ഗ്രഹിക്കണം. അതിന്റെ റൈറ്റ് ഡയറക്ഷനിൽ നമ്മൾ ഗ്രഹിക്കണം. നമ്മൾ വേറെന്തൊക്കെയോ ഇമാജിൻ ചെയ്ത് കൂട്ടരുത്. ശാസ്ത്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന വിധത്തിൽ നമ്മൾ അതിനെ ഗ്രഹിക്കാൻ പഠിക്കുക. അതിനാണ് ശ്രദ്ധ. ശ്രദ്ധ എന്ന് പറയുന്ന നമ്മൾ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റിയാണ് ഈ ആത്മീയതയിൽ. നമ്മളിങ്ങനെ പെരിഫറലായിട്ട് ചുമ്മാ ചിന്തിച്ചു പോയാലും ഒന്നും മനസ്സിലാവത്തില്ല. നമ്മൾ സൂക്ഷ്മ ബുദ്ധിയിൽ നമ്മൾ വളരെ സബ്റ്റലായിട്ട് ചിന്തിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ ഇതിനെ നമ്മളൊരു ഫിസിക്കൽ സ്റ്റഡി നടത്തുന്ന പോലെ ക്രോസ് സെക്ഷൻ ചെയ്ത് ഇതാണ് അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഈ കൺസെപ്റ്റിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ഈ പരമാത്മ ചൈതന്യം എന്ന് പറഞ്ഞ ഒരു എനർജി സോഴ്സ്. ഇപ്പം നമ്മൾ ഈ രണ്ട് എനർജി സോഴ്സേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ. ഈ പ്രപഞ്ചത്തിൽ രണ്ട് എനർജി സോഴ്സേ ഉള്ളൂ. ഒന്നെന്തുവാ? നമുക്കെല്ലാം അറിയാം, കോസ്മിക് എനർജി. സൂര്യനിൽ നിന്നുണ്ടാവുന്ന എനർജി സോഴ്സാണ് ഇവിടുത്തെ കോസ്മിക് എനർജി. അതാണ് മെയിൻ നമുക്കറിയാവുന്നത്. ഈ കോസ്മിക് എനർജി വന്നേക്കുന്നത് കോൺഷ്യസ് എനർജി, അതിന്റെ കോംപ്ലിമെന്ററി എഫക്റ്റ് ആണ് കോസ്മിക് എനർജി. ഈ കോൺഷ്യസ് എനർജി എന്നാണ് ഈ സൂര്യനും ഇതെല്ലാം ഉണ്ടായിരിക്കുന്ന ഈ എനർജി സോഴ്സിൽ നിന്നുണ്ടായ ഓരോ രൂപങ്ങളാണ്. അപ്പം ഈ കോൺഷ്യസ് എനർജിയും കോസ്മിക് എനർജിയും കോംപ്ലിമെന്ററി ഈശ്വര അങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ഐൻസ്റ്റീന്റെ ഇക്വേഷൻ. ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് എനർജി ആവുന്നു, എനർജി മാസ് ആവുന്നു. അപ്പൊ ഇതിനെല്ലാം കാലപരിധിയുണ്ട്. ഈ സൂര്യൻ ഇതെല്ലാം പ്രപഞ്ചം എല്ലാം ഡിസോൾവ് ആവും. ഒരു സയൻസ് അത് പറയുന്നുണ്ട്. എല്ലാം എനർജിയിലോട്ട് മാറും, പ്രപഞ്ചമാവും. പിന്നെ പ്രകടമാവുന്നു, അവ്യക്തമാവുന്നു. ഇതാണ് എനർജി മാസ് ആവുന്നു, മാസ് എനർജി ആവുന്നു. അപ്പൊ ഈ എനർജി സോഴ്സ് ആണ് പരമാത്മ ചൈതന്യം. നമുക്കതിനെ ബുദ്ധിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെ? അതിനൊരു എക്സാമ്പിൾ പറയും. ടോർച്ച് ലൈറ്റിന് നമുക്ക് ലൈറ്റ് കിട്ടുന്നുണ്ട്. ടോർച്ച് ലൈറ്റ് എല്ലാത്തിനെയും കാണിക്കും. വെളിയിലുള്ള നമുക്ക് ടോർച്ച് അടിച്ച് ലൈറ്റ് ഇങ്ങനെ എല്ലാത്തിനെയും നമുക്ക് വെളിയിലുള്ളതിനെല്ലാം ഇരുട്ടത്ത് നമുക്ക് കാണാൻ പറ്റും. ആ ലൈറ്റ് കൊണ്ട് ഈ ലൈറ്റ് വന്ന സോഴ്സിനെ കാണാൻ പറ്റുമോ? ഈ ടോർച്ച് ലൈറ്റിന്റെ ലൈറ്റിനെ, ഈ ലൈറ്റ് വന്നതിന്റെ സോഴ്സ്, ആ ബാറ്ററിയിൽ നിന്ന് വന്ന എനർജി സോഴ്സ് ആണ് ഇതിനെ ലൈറ്റായിട്ട് കൺവേർട്ട് ചെയ്തത്. അപ്പം ഈ ലൈറ്റിനെ കൺവേർട്ട് ചെയ്ത് അപ്പം ഈ എനർജി സോഴ്സ് ലൈറ്റായിട്ട് കൺവേർട്ടായി വന്നതാ. അപ്പോഴാണ് നമുക്ക് എന്നും പറയുന്ന പോലാണ് എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചത് ആരാ? ഈ പരമാത്മ ചൈതന്യം എൻ്റെ ബുദ്ധിയെ, ആ ബുദ്ധി കൊണ്ട് ഞാൻ വെളിയിലോട്ടെല്ലാം നോക്കിക്കാണുകയാണ്, എല്ലാം അറിയുകയാണ്. ആ വെളിച്ചത്തിൽ അറിയുന്നതിന് ഞാൻ കാണുന്നതിനെയാണ് ഞാൻ ഓരോന്ന് ഗ്രഹിക്കുന്നു. അതിനെയാണ് അറിയുന്നു. കാണുന്നു എന്നുള്ളതിന് അതിൻ്റെ തന്നെ സെയിം ഇതാണ് അറിയുന്നു. ഞാനിങ്ങനെ കണ്ണടച്ചിരുന്നാലും എനിക്ക് ഓരോന്നും അറിയാൻ പറ്റുന്നു. ഓരോന്നും ചിന്തിക്കുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും. അതെന്റെ വെളിച്ചമാണ്. ഈ എന്നുള്ളത് ഭാരതം. എന്നുള്ളത് അറിവാണ്. അറിവിൽ രതിക്കുന്നവൻ, അറിവിൽ രമിക്കുന്നവനാണ് ഭാരതൻ. അങ്ങനെയാണ് ഈ ഭാരതം എന്നുള്ള വേർഡ് തന്നെ വന്നത്. അപ്പം ഈ അറിവ് വെച്ചാൽ ഈ വെളിച്ചത്തിൽ, ഈ പ്രകാശത്തിൽ, ഏതിന്റെ പ്രകാശത്തിൽ? ഈ പരമാത്മ ചൈതന്യം എൻ്റെ ബുദ്ധിയിൽ പ്രകാശിക്കുമ്പോഴാണ്, ആ പ്രകാശത്തിൽ കൂടാണ് ഞാൻ ഈ ലോകത്തിനെ കാണുന്നത്, ഞാൻ എല്ലാം അറിയുന്നത്. എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതും ഇതിനുള്ള ഈ ഓരോ കാര്യങ്ങൾ ഇതിനുള്ള ഇതൊക്കെയാണെന്നുള്ള ആ ഗ്രാഹ്യം ഞാൻ ഗ്രഹിക്കുന്നത് അതിൻ്റെ അറിവാണ്. ഞാൻ ഞാൻ ഗ്രഹിക്കുന്നുമുണ്ട്. ഈ വെളിച്ചം എനിക്ക് ഈ പരമാത്മ ചൈതന്യത്തിൽ നിന്നുള്ള സോഴ്സാണ്. അതിനെ ഈ പരമാത്മ ചൈതന്യമാണ് ഈ ബുദ്ധിയെ ഇതാക്കുന്നത്. ആ ബുദ്ധി കൊണ്ട് ഈ പരമാത്മ ചൈതന്യം അറിയാൻ പറ്റുമോ? അതാ പറഞ്ഞു, ഈ പരമാത്മ ചൈതന്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ബൃഹത്താണത്. അപ്പം ഞാൻ ഈ ശ്ലോകം ആലോചിച്ചപ്പോഴാണ് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിച്ചതാ, നിങ്ങളും ആലോചിച്ചോണ്ട് ഈ പരമാത്മ ചൈതന്യം വെച്ചാൽ നമ്മളൊരു കൺസെപ്റ്റ് മനസ്സിലാക്കണം. ഇതൊരു കണ്ടിന്യൂസ് എനർജി സോഴ്സാണ്. ഇവിടെ എവിടെയുണ്ട്? ഇപ്പം നമ്മൾ ഈ സ്പേസ് ഷട്ടിലൊക്കെ പോയല്ലോ, സുനിത വില്യംസ്, എത്ര കിലോമീറ്റർ അകലാണ് ഇല്ലയോ അവിടെ ആ സ്പേസ് ഷട്ടിലുണ്ട്. അവരുടെ ഇമേജും
അവർ കമ്മ്യൂണിക്കേഷൻസും എല്ലാം ഇവിടെ നിന്നുകൊണ്ട് കൺട്രോൾ ചെയ്യുകയാണ്. ഇങ്ങനെ ഈ കാണുന്നതും ഈ കമ്മ്യൂണിക്കേഷൻസും ഇവർ തമ്മിൽ കണക്ഷനാണ്. എങ്ങനെയാണ് അതിന്റെ മീഡിയം എന്താണ്? നമ്മുടെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ വാക്യൂമാണ്. വാക്യൂം വെച്ചാൽ അവിടെ എയർ ഒന്നും ഇല്ല. ആ ഒരു പക്ഷേ ഒരു മീഡിയം ഇല്ലയോ അവിടെ? ആ ഒരു എനർജി സോഴ്സ്. ഇപ്പൊ എല്ലാം സിഗ്നൽസ് ആണ്. സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എനർജി സോഴ്സാ. നമ്മൾ ഇവിടുന്ന് എവിടെ വന്ന് അനച്ചു നോക്കി, ഇതാ നമ്മൾ പക്ഷെ അതിനെയൊക്കെ നമുക്ക് ബുദ്ധിയിൽ ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തതാണോ അതൊക്കെ? ഇത് ആൾറെഡി ഇവിടെ ഉള്ളതായിരുന്നു. മനുഷ്യൻ അത് അനാവരണം ചെയ്യപ്പെട്ടു. അതിനെ ഫെസിലിറ്റിയൊക്കെ യൂട്ടിലൈസ് ചെയ്തു മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത ഒരു ഫെസിലിറ്റി അല്ല, ഇവിടെ ആൾറെഡി എക്സിസ്റ്റിംഗ് ആയിരുന്നു. അതല്ല, ഈ മീഡിയം ഇവിടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. നമ്മളിപ്പോൾ ഇത് സംസാരിക്കുമ്പോഴേ അറ്റ് എ ടൈം നമ്മൾ വേറൊരാൾ ഇതേ ശബ്ദം കേൾക്കുകയാണ്, കാണുകയാണ്. ഇത് ഒരു മീഡിയം ഇല്ലാതെ പറ്റുമോ? അത് ഇത്ര അടുത്ത് നമുക്ക് മനസ്സിലാക്കാം. എത്രയോ ദൂരെ, എത്രയോ കിലോമീറ്റർ, അത് എത്രയോ വാക്യൂമാണ് ഇടയ്ക്കല്ല. അപ്പൊ ഇതിലെ കൂടെ ഇത് ഈ എനർജി അല്ലേ? ഇതല്ല, ഈ എനർജി സോഴ്സ് ആണ്. അതൊരു കോൺഷ്യസ് എനർജിയാണ്. ഈ പരമാത്മ ചൈതന്യം, യൂണിവേഴ്സൽ കോൺഷ്യസ് എനർജി, ഇത് എന്നിൽ കൂടെയും കടന്നു പോകുന്നുണ്ട്. എന്നിൽ കൂടെ കടന്ന് എല്ലാവരിലും സ്പ്രെഡ് ചെയ്ത് കിടക്കുക. ഇതെല്ലാം കണക്റ്റഡാ. നമ്മൾ ആലോചിച്ച് നോക്കിയേ, സമുദ്രത്തിൽ കിടക്കുന്ന സമുദ്രം, അതിൽ എന്തെല്ലാം തരത്തിലുള്ള ജീവികളുണ്ട്. വളരെ മൈന്യൂട്ടായിട്ടുള്ളവട്ട് വലിയ, വളരെ ഏറ്റവും വലിയ തിമിംഗലം വരെ, എന്തെല്ലാം മലകൾ വരെ ഉള്ളിലുണ്ട് ഈ സമുദ്രത്തിനകത്തില്. ചെടികളുണ്ട്, എന്തെല്ലാം ജീവികളുണ്ട്. ഇതെല്ലാം നിലനിൽക്കുന്ന ഈ വെള്ളത്തിലാണ്. അപ്പൊ ഈ മത്സ്യങ്ങൾ ഇതിനൊക്കെ വെള്ളത്തിന് വെളി വന്നാലും അതിന് സർവൈവ് ചെയ്യാൻ പറ്റുമോ? ഇതുപോലാണ് ഈ പരമാത്മ ചൈതന്യത്തിലാണ് ഇവിടെ കാണുന്ന എല്ലാം. ഇപ്പൊ നമ്മള് ചില കമ്പാരിസണിൽ കൂടെ, ഈ കമ്പാരിസൺ ഒന്നും എക്സാക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യത്തില്ല. നമുക്ക് ഇതിന് ഗ്രഹിക്കാൻ വേണ്ടി പറയുന്നതാണ് ഇത്. അതും ഇതുമായിട്ട് നമുക്ക് ഈക്വലന്റ് അല്ല, അതിനൊരു സമാന്തരമായിട്ടുള്ള എക്സാമ്പിൾ അല്ല, നമുക്ക് ഗ്രഹിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇതിനൊക്കെ ഇതിലാണ് എല്ലാം, ഈ സമുദ്രത്തിലെ ജലത്തിലാണ് എല്ലാ ജീവികളും എല്ലാം നിലനിൽക്കൊള്ളുന്നത്. ആ ജലത്തിൽ നിന്ന് ഒരു മത്സ്യനെ വെളിയിട്ടാലോ അതിന് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ജലത്തിലാണ് ജലത്തിലാണ് ഇതെല്ലാം നീതി കളിക്കും, ജീവിക്കുന്നതെല്ലാം എന്ന് പറയുന്ന പോലാണ് ഈ പരമാത്മ ചൈതന്യത്തിലാണ് നമ്മളെല്ലാവരും നിലനിൽക്കുന്നത്. പക്ഷെ നമ്മൾ പറയുന്നു, എന്തോ പറയുന്നു? എൻ്റെ ഉള്ളിലും പരമാത്മ ചൈതന്യം, എൻ്റെ ഉള്ളിൽ ഈശ്വരനുണ്ട്. ആക്ച്വലായിട്ട് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാ? നമ്മളെല്ലാവരും ഈശ്വരനിലായിരിക്കുന്നേ. ഈശ്വര ചൈതന്യത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അല്ലാതെ നമ്മൾ പറയുന്നത് എൻ്റെ ഉള്ളിൽ ഈശ്വരനുണ്ട്, ഈ തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ട്. വെച്ചാൽ എല്ലാം ഇവിടെ ഈ പ്രപഞ്ചത്തെ കാണുന്ന എല്ലാം ഇരിക്കുന്നത് ഈ യൂണിവേഴ്സൽ കോൺഷ്യസ് എനർജിയിലാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഇത്. അപ്പൊ പക്ഷെ നമുക്ക് ഇതൊക്കെ ഈ പരമാത്മ ചൈതന്യം എൻ്റെ ഈ ചെറിയ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമോ? എനിക്ക് അതുമായിട്ട് ലയിക്കാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ പറയും. ഒരു ഉപ്പുപാവയ്ക്ക്, രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞൊരു കഥയായിട്ടാണ് പറയുന്നത്. ഒരു ഉപ്പുപാവയ്ക്ക് ഒരു ആഗ്രഹം, ഈ കടലിന്റെ ഡെപ്ത് ആഴമൊന്ന് അളക്കണം. ആ ഉപ്പുപാവ താഴോട്ട് ഇറങ്ങി ചെല്ലുക. അതിന്റെ ഡെപ്തിലായിട്ട് ചെല്ലാൻ പറ്റുമോ? അതിന് പോകുന്നതിനുള്ളിൽ അതുമായിട്ട് ലയിച്ചു കഴിയും എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ഈ ബുദ്ധി. നമുക്ക് പരമാത്മ ചൈതന്യമായിട്ട് നമുക്ക് സിങ്ക്രണൈസ് ചെയ്യാം. അതുമായിട്ട് അതിലങ്ങ് ഇല്ലാതെ അതിലോട്ട് അതായി തീരാം. അതാണ് മോക്ഷാവസ്ഥ. പിന്നെ ഞാൻ ഈ മറിച്ചൊരു അനുഭവം, എൻ്റെ ഒരു അനുഭവം, ഞാനെന്ന ഭാവമോ, ഇത് വെറും ഭ്രമമാ. എന്തുകൊണ്ടാ? എൻ്റെ വാസന കാരണം. അപ്പൊ ഈ സത്തെന്ന് പറയുന്നത് അതിന് ബൃഹത്താ. നമ്മുടെ ബുദ്ധി കൊണ്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഈ ശാസ്ത്രങ്ങളെല്ലാം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുമല്ല, എല്ലാം പറയുന്നത് ഇൻഡിക്കേഷനാണ്. ഇതാണ്, അങ്ങനെയാണ്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് എന്തിനെയാ? അസത്തിനെ, ഭ്രമത്തിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ചൈതന്യത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ബുദ്ധി കൊണ്ട്. എനിക്ക് അതിനോട്ട് ലയിക്കാൻ പറ്റും എന്ന് പറയുന്ന പോലാണ്. അതിന് ഓരോ എക്സാമ്പിൾസ് പറയുവാണ്. മൺപാത്രങ്ങളും മണ്ണും, ഈ സ്വർണ്ണാഭരണങ്ങളും സ്വർണവും, പല രൂപവും ഷേപ്പുകളും. അപ്പോൾ ഈ രൂപവും ഇതും നാമങ്ങളും, പല പല രൂപങ്ങളുണ്ട്, അതിന് ഓരോ പേരുകളുമുണ്ട്. ഇതാണ് വ്യത്യാസം. പക്ഷെ ഇതിലെല്ലാം ഇരിക്കുന്ന സത്ത, ചില എസൻസ്, ഉണ്മ, അത് ഈ പരമാത്മ ചൈതന്യം. ഞാൻ ആ പരമാത്മ ചൈതന്യമാണ്. വ്യത്യസ്തപ്പെടുന്നത് എന്തുവാണ് എൻ്റെ ഭ്രമം? ഞാൻ ഈ വാസനയിൽ ഇരുന്ന് പോയി. ജന്മങ്ങളായിട്ട് ഞാൻ സമ്പാദിച്ച വാസന എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു വാസന എങ്ങനെയാ രൂപപ്പെടുന്നതെന്ന്.
ഇതുപോലെ ഓരോ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അനുകൂല പ്രതികൂല സാഹചര്യങ്ങൾ എന്നിൽ നിന്ന് പോയതാണ് അനുകൂല പ്രതികൂല സാഹചര്യങ്ങളായിട്ട് എൻ്റെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. ഇതിൽ എനിക്ക് ഫ്രീഡം ഇല്ല. കാരണം ഈ കർമ്മങ്ങളെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ റിസൾട്ട് വന്നിരിക്കും. എങ്ങനെയാ? ഒരു അമ്പ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഒരു ഫയറിംഗ് പോലാണ്. ബുള്ളറ്റ് ആ ഇതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ മാറ്റാൻ പറ്റുമോ? ഒരു അമ്പ ചെയ്തു, ആ അമ്പ് തൊടുത്ത് വിടുന്നവരെ അതിന് വിടാതിരിക്കാം. പക്ഷെ വിട്ട് കഴിഞ്ഞാലോ പിന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പ്രാരബ്ധം, സഞ്ചിത കർമ്മം ഈ ജന്മമെടുത്താൽ ആ സഞ്ചിത കർമ്മത്തിലെ പ്രാരബ്ധങ്ങളായതെല്ലാം ഒരു ദൈവത്തിനും മാറ്റാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ അനുഭവങ്ങളെ, അനുകൂല പ്രതികൂല സാഹചര്യങ്ങൾ, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പോലെ നമ്മുടെ ഉള്ളിലോട്ട് ഓരോരുത്തർക്കും ഇഷ്ടവും അനിഷ്ടവും ഉണ്ട്. അത് എൻ്റെ ഇഷ്ടവും അനിഷ്ടവും അല്ല വേറൊരാളുടെ ഇഷ്ടവും അനിഷ്ടവും. ഒരാളുടെ വാസന മറ്റുള്ള വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാവരും വ്യത്യസ്തരായിരിക്കുന്നത്. ഈ വാസന മാറിയാലോ എല്ലാം ബ്രഹ്മം, എല്ലാം ഒരേ ചൈതന്യം വാസനയിലിരിക്കുന്നുണ്ട്. വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നുന്നു. നമ്മൾ തോന്നലാത് എന്തുകൊണ്ട്? വാസന കാരണം. ഈ വാസന മാറ്റിയാലോ പിന്നെ എനിക്ക് ജന്മമില്ല. പക്ഷെ ഈ പ്രാരബ്ധം അനുഭവിക്കുന്നവരെ ഈ ശരീരം നിലനിൽക്കും. ശരീരം നിലനിന്നാൽ പിന്നെ ഒരു ജന്മത്തിലോട്ട് പോകത്തില്ല. ഈ വാസന നമ്മൾ സാധനാ മാർഗത്തിലൂടെ നിർമ്മാർജ്ജനം ചെയ്ത ഇതൊരു അഴുക്ക. ഞാൻ വളരെ നല്ല സ്വഭാവമുള്ളവനാണ്, നല്ല സംസ്കാരമാണ്. അത് ഇത് ഏത് സംസ്കാരവും അഴുക്ക് തന്നെയാണ്. നമ്മൾ വളരെ സദാചാരം ജീവിതം നയിച്ചു കഴിഞ്ഞാൽ എനിക്ക് മോക്ഷം കിട്ടുമെന്ന് വിചാരിക്കണ്ട. എൻ്റെ മനോഭാവം, നിരന്തര ചിന്തനത്തിൽ കൂടെ എൻ്റെ മൈൻഡിലാണ് മോക്ഷം വരേണ്ടത്. ശരീരം ഇവിടെ നശിച്ചു പോകും. എൻ്റെ മനസ്സിന് മോക്ഷം വരണമെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ പ്രയത്നം ചെയ്തേ പറ്റൂ. ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന ഒന്നല്ല. കാരണം ഇത് എൻ്റെ മനസ്സ് വന്നത് ഭൗതികമായ വസ്തുക്കളിൽ നിന്നല്ല. ജനിച്ചതെല്ലാം മരിക്കും. പക്ഷെ എൻ്റെ മനസ്സ് ഇവിടെ ജനിച്ചതല്ല, പ്രകടമായതാ. എവിടുന്ന് പ്രകടമായി? ഈശ്വരിൽ നിന്നും. അത് തിരിച്ചു ചെല്ലേണ്ടതും ഒന്നും ഇവിടെ ഞാൻ ജനിച്ചിട്ടില്ല. എനിക്ക് മരണവും ഇല്ല. എനിക്ക് ലയനമുണ്ട്. അതിന് മോക്ഷം എന്ന് പറയുന്നു. അതുവരെ ഞാൻ ജനിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ ഈ ജനിച്ചപ്പോഴല്ല ഞാൻ ഈ ജീവാത്മാവ് ഉണ്ടായത്. ഈ ജനനത്തിന് മുൻപും ഞാനുണ്ട്. അതാ നേരത്തെ പറഞ്ഞത്. ഈ രാജാക്കന്മാരും നീ ഞാനും എല്ലാം നേരത്തെ ഉള്ളതായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇനി ഇല്ലാതാവുകയുമില്ല. കാരണം ഈ വാസന നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മളെല്ലാം ശരീരങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ സത്തിനെ കുറിച്ച് ശരിക്കും ഞാൻ ആരാ? ഈ സത്താണ്. അപ്പൊ ഈ സത്ത് എന്ന് പറയുന്നത് എന്തുവാ? അത് എക്സ്പ്ലെയിൻ ചെയ്യുവല്ല, അതിനെ നമ്മൾ ഒരു മനസ്സിലാക്കി തരുക ഓരോ ഉദാഹരണങ്ങളിലൂടെ. അതുപോലെ നിത്യപരിണാമമായ ഈ ജഗത്തിന് ഉണ്മയായി ഇതിൽ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന സത്യയായ ആത്മാവ് അവിനാശി അത്രയും. നിത്യപരിണാമിയായ ഈ ജഗത്തിന്, നിത്യപരിണാമം വെച്ചാൽ നിത്യമായി മാറിക്കൊണ്ടേയിരിക്കുന്നു, പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ജഗത്തിന് മാറ്റമില്ലാതെ ഉണ്മയായി ഇതിൽ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന സത്താണത്. ആത്മാവ് നാശമില്ലാത്ത അവിനാശി അത്രയും. അതിന് ഒരിക്കലും ഒരു തരത്തിലും നാശം സംഭവിക്കുന്നില്ല. ഇനി അസത്തിന്റെ സ്വരൂപം എന്തെന്ന് പറയാൻ കേട്ടുള്ളൂ. ഇപ്പൊ രണ്ട് സത്തും അസത്തും. ഇപ്പൊ സത്തിനെ ഒരു ഒരു ഉദാഹരണത്തിലൂടെ മൺപാത്രങ്ങളിലുള്ള മണ്ണ് പോലെ, അല്ലെങ്കിൽ ആഭരണങ്ങളിലുള്ള സ്വർണം പോലെ, ഈ പരമാത്മ ചൈതന്യമാണ് ഓരോ വാസനയിൽ കൂടിയും ഓരോ രൂപവും നാമത്തിലും വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും. പക്ഷെ നമ്മളെല്ലാം പരമാത്മ ചൈതന്യന്റെ അംശമാണ്. ഈ മൺപാത്രങ്ങളിലെല്ലാം നിറഞ്ഞു മണ്ണ് പോലെ, അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങളിൽ എല്ലാ സ്വർണ്ണാഭരണങ്ങളിലും ഉള്ളത് സ്വർണം പോലെ, നമ്മളെല്ലാവരിലും ഉള്ളത് ബേസിക്, നമ്മളെല്ലാം പരമാത്മ ചൈതന്യമാണ്, ഈശ്വരന്റെ അംശമാണ്. നമ്മളെല്ലാം ഈശ്വരനാ. പക്ഷെ നമുക്ക് ആ അറിവില്ല. നമുക്ക് ആ അറിവുണ്ടോ? ഞാൻ ഈശ്വരനാ, ഞാൻ ആ ഈശ്വരന്റെ അംശമാണെന്ന് ആർക്കറിയാം? എന്തുകൊണ്ട് അറിയാൻ വയ്യാത്തെ? നമ്മുടെ വാസന കാരണം. ഈ വാസന നമുക്ക് മാറ്റാൻ പറ്റും. ഈ വാസന നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. നമ്മൾ പറയുന്നില്ല ഇതൊക്കെ പറയാൻ ഈസിയാ, ഇതൊക്കെ പറയാൻ കൊള്ളാം, പക്ഷെ അനുഭവത്തിലോട്ട് വരുമ്പോൾ ഇതൊന്നും സാധിക്കുന്നില്ല. പക്ഷെ നമ്മുടെ തന്നെ ഒരു അനുഭവം പറയട്ടെ. നമ്മൾ കൊച്ചിലെ ഇങ്ങനെ കുട്ടികളായിട്ടൊക്കെ ഇരുന്നപ്പോൾ എല്ലാവരുമായിട്ടും ഫ്രണ്ട്സും എല്ലാം എത്രയോ കുട്ടികളെല്ലാം കളിച്ച് വളർന്നപ്പോൾ ഈ വലിയവർ കാണിക്കുന്ന പോലെയുള്ള എല്ലാ അതിൻ്റെ മിനിയേച്ചറൽ ഭാവത്തിൽ ഇതില്ലേ നമ്മൾ വഴക്ക് കൂടുന്നതും സ്നേഹിക്കുന്നതും കളിയാക്കുന്നതും നമ്മൾ അങ്ങോട്ട് അസൂയപ്പെടുന്നതും ഇതെല്ലാം കുട്ടികളിൽ തന്നെ കാണുന്നുണ്ട്. അതിൻ്റെ ശൈശവ രൂപത്തിൽ, ചെറിയ രൂപത്തിൽ. അപ്പോൾ ഇതിലെ അവരിത് അങ്ങോട്ടും കൊണ്ട് വഴക്കിടുന്നുണ്ട്. ചിലപ്പം അങ്ങോട്ടും കൊണ്ട് ഒരാളെ കളിപ്പാട്ടം വേലാടുത്തുകൊണ്ട് പോയി വിഷമിക്കുന്നുണ്ട്. അപ്പം അല്ലെങ്കിൽ അതിന് ചോക്ലേറ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ കഴിച്ച് ഇനിയും വേണം. അപ്പോൾ ചില കുട്ടികൾ നമ്മൾ വിങ്ങി വിങ്ങി പൊട്ടും ഇല്ലേ, ഭയങ്കരമായിട്ട് തേങ്ങിലടിച്ച കരയും. അപ്പം മുതിർന്നവരായിട്ട് നമ്മളൊക്കെ അതിൻ്റെ ആ കരച്ചിൽ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നേ?
അയ്യോ, എന്തൊരു അയ്യോ, കുഞ്ഞു കണ്ടോ വിഷമിക്കുന്നുണ്ടോ, വിഷമോ, നമുക്കും വിഷമം വരുമോ? അവരുടെ വിഷമം അത്രയ്ക്ക്, ഇത് കാര്യമില്ലാത്ത കാര്യത്തിനായി, ഇതൊന്നും ശരിക്കുള്ള വിഷമമല്ല. പക്ഷേ ആ കുഞ്ഞ് ചിന്തിക്കുന്നുണ്ടോ എൻ്റെ വിഷമം കാര്യമില്ലാത്ത കാര്യത്തിനാണെന്ന്? അത് വിങ്ങി വിങ്ങി പൊട്ടുക, ഏങ്ങലടിച്ച് കരയുക. അതിനറിയാം അതിന്റെ ദുഃഖം. നമ്മളെല്ലാം കൊച്ചിലെ അനുഭവിച്ചിട്ടുള്ളതാ. ആ ദുഃഖം നമുക്ക് അന്ന് അസഹനീയമാ, ഇല്ലയോ ആ സമയത്ത്? പക്ഷേ കുറച്ച് വലുതായപ്പോഴേ നമ്മുടെ തന്നെ ചെറുപ്പകാലത്ത് ഉണ്ടായ ദുഃഖങ്ങളെ കുറിച്ച് നമുക്ക് ദുഃഖമുണ്ടോ? നമ്മളതെല്ലാം സാക്ഷി, നമ്മളിതെല്ലാം ഒരു തമാശ പോലെ, അല്ലെങ്കിൽ വലിയവരാകുമ്പോൾ കൊച്ചു പിള്ളേരെ നമ്മൾ, ഓ ഇതൊക്കെ നിസ്സാര കാര്യം നമുക്കറിയാം. പക്ഷെ അവരെ സമാധാനിപ്പിക്കും നമ്മൾ. പക്ഷെ നമ്മുടെ ഉള്ളിലറിയാം അവർ ഒരു കാര്യമില്ലാത്ത കാര്യത്തിനാണ് ഈ വിഷമിക്കുന്നതെന്ന് നമുക്കറിയാം. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ സത്യങ്ങളെ മനസ്സിലാക്കി നമ്മുടെ നമ്മുടെ സാധനങ്ങളിൽ കൂടെ നമ്മൾ ഈ സത്യത്തിനെ മനസ്സിലാക്കി നമ്മുടെ മനസ്സിന് ഈ പരിവർത്തനം വന്നു കഴിഞ്ഞാൽ, ട്രാൻസ്ഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ, എൻ്റെ സ്വഭാവത്തിന്, ശീലങ്ങൾക്ക് ഞാൻ ഈ വേറൊരു തലത്തോട്ട് എൻ്റെ മൈൻഡ് സെറ്റ് ഉയരുമ്പോഴേ നമ്മൾ ഈ കാണിച്ച ഈ വലിയ മുതിർന്നവർ കാണിക്കുന്ന ഇതെല്ലാം വളരെ ബാലിശമാണെന്നും, ഇതൊക്കെ നമുക്ക് വേറൊരു ഹയർ സ്റ്റേറ്റിലോട്ട് മൈൻഡ് എത്തുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും. ഈ കുട്ടികൾ കാണിക്കുന്ന പോലുള്ള ഈ ചേഷ്ടകളാണ് ഈ വലിയവരും കാണിക്കുന്നത്. പക്ഷെ നമുക്കിപ്പോഴോ, ഇപ്പം നമ്മുടെ അനുഭവം, നമുക്ക് എല്ലാം വലിയ വലിയ അനുഭവങ്ങളാണ്. ഓരോരുത്തരുടെ അനുഭവം അവർക്ക് വലിയ പ്രാധാന്യമാണ്. പക്ഷേ എൻ്റെ അനുഭവം വേറെ ആളോട് പറയുമ്പോൾ അയാൾക്ക് എൻ്റെ അനുഭവം വളരെ ചെറുതായിട്ട് തോന്നും, അയാളുടെ അനുഭവം വലുതായിട്ട് തോന്നും. ഓരോരുത്തർക്കും അവരവരുടെ അനുഭവം വലിയ പർവ്വതീകരിച്ചാണ് തോന്നുന്നത്. മറ്റുള്ളവരുടെ അനുഭവം, ഇതൊക്കെ നമ്മൾ ഉപദേശിക്കും, ഇതൊക്കെ സാധാരണയോ നമ്മൾ ഉപദേശിക്കും. അതേ സിറ്റുവേഷൻ നമ്മൾ വരുമ്പോഴോ നമ്മളും അതേപോലെ കടന്ന് പരിതപിക്കും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഈ സത്യങ്ങളെ ഉൾക്കൊണ്ട് നമ്മൾ സൂക്ഷ്മമായി ചിന്തിച്ച് മനസ്സിനെ പരിവർത്തനപ്പെടുത്തിയാൽ നമ്മുടെ ദുഃഖങ്ങളൊന്നും ദുഃഖങ്ങളല്ലാതായിട്ട് മാറും. നമ്മൾ പരമമായ ഒരു ശാന്തതയിലോട്ട് മനസ്സ് നീങ്ങും. ഇതിന് വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് പഠിച്ചാൽ ഇത് കിട്ടുമോ? ഈ വേറെ ഏതെങ്കിലും ഒരു ഇവിടെ ഉള്ള ഈ ശാസ്ത്രങ്ങളല്ല, ഈ ശാസ്ത്രങ്ങൾ മാത്രമേ നമ്മളെ ശാശ്വതമായ ശാന്തിയിലോട്ട് കൊണ്ടുപോകത്തുള്ളൂ. കാരണം എന്തുകൊണ്ടാ? നമ്മുടെ ഓരോരുത്തരും അനുഭവിച്ചതാണ് എഴുതിയേക്കുന്നത്. ഇതൊരു വെറും ഒരു സിദ്ധാന്തം എഴുതി വെച്ചിരിക്കുമല്ല. കൃഷ്ണൻ ഇവിടെ പറയുന്നില്ലേ, ഇതൊക്കെ ഞാനത് നേരത്തെ ഇതൊക്കെ പറയപ്പെട്ടിരിക്കുന്നു. കൃഷ്ണൻ പറയുന്നതായിട്ടല്ല ഇതൊക്കെ. ഈ കൃഷ്ണൻ പറയുന്ന ഈ ഭഗവത്ഗീത എല്ലാ ഉപനിഷത്തുക്കളുടെയും എസൻസാ. ഉപനിഷത്ത് എന്താണ്? ഓരോ ഋഷിമാർ, ഓരോ യോഗിവര്യന്മാരുടെ അനുഭവമാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നേരത്തെ പറയപ്പെട്ടിരിക്കുന്നു എന്നാണ് കൃഷ്ണൻ ഇവിടെ ഓരോന്നും ഓരോ പാരഗ്രാഫ് വരുന്നുണ്ട്. ഇതൊക്കെ പറയപ്പെട്ടിരിക്കുന്നു. കൃഷ്ണന്റെ ഒരു പുതിയ ഒരു സിദ്ധാന്തമല്ല ഇത് മനുഷ്യന്റെ കാര്യം എഴുതി വെച്ചേക്കുന്നത്. അല്ലാതെ ഇതൊരു മതത്തിന്റെയോ അല്ല. ഇതൊരു അന്ന് ഇന്ന് നമ്മൾ ഈ മനുഷ്യൻ കണ്ടുപിടിച്ചേക്കുന്ന ടെക്നോളജി അഡ്വാൻസ്മെന്റ് എല്ലാം ഇന്ന് നേരത്തെ ഇവിടെ എക്സിസ്റ്റിംഗ് ആയിരുന്നു. ആലോചിച്ച് നോക്കി, ഇന്ന് നമ്മൾ ടെക്നോളജി പരമായിട്ട് മെഷീനിൽ കൂടെ സാധിക്കുന്നതല്ല. അന്ന് ഈ മെഷീനറി ഒന്നുമില്ല. അന്ന് ഇതൊന്നും ഇല്ലാതെ ഈ മനസ്സിന്റെ പൊട്ടൻഷ്യൽ, അതിൽ പറഞ്ഞ ഈ പരമാത്മ ചൈതന്യം ഇപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു. ഇന്ന് വരെ എല്ലാം ഈ സയൻസ് എല്ലാം കണ്ടുപിടിച്ചിട്ടില്ല. എല്ലാത്തിന്റെയും മെക്കാനിസം കണ്ടുപിടിച്ചിട്ടില്ല. പലതിനും ആൻസർ ഇല്ല. പക്ഷെ ഇതെല്ലാം ഇവിടെ നടക്കുന്നു. ഏതോ ഒരു ഇതിലല്ലേ നടക്കുന്നത്, ഏതോ ഒരു ശക്തിയിലല്ലേ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഏതോ ഒരു പവറിലാണ് ഇതൊന്നും കുറെയൊക്കെ കണ്ടുപിടിച്ചു. അല്ലാതെ എല്ലാം ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇതിനെ മനസ്സിലാക്കാൻ നമ്മുടെ ബുദ്ധിയിൽ ഒക്കത്തില്ല. ഇപ്പം നമ്മുടെ ബ്രെയിനിന്റെ പൊട്ടൻഷ്യൽ ഒരു 100% ആണെങ്കിൽ ഈ ഇതെല്ലാം കേട്ട് കഴിയുകയാണ് ശരിയാന്ന് പറഞ്ഞത്. ഐൻസ്റ്റീൻ പോലും ഇത്ര പെർസെന്റ് 1.8% ആണ്ട് ആ യൂട്ടിലിറ്റി എടുത്തിട്ടുള്ള ബ്രെയിനിന്റെ അത്രയ്ക്ക്. എത്ര ഹൈലി ഈ പരമാത്മ ചൈതന്യം ഈ പ്രപഞ്ചത്തിനെ നിലനിർത്തുന്ന ശക്തിയാണെങ്കിൽ, അതിന്റെ ഒരു അംശമാണ് ഞാനെങ്കിൽ, ഈ പൊട്ടൻഷ്യൽ എന്നിലുണ്ട്. ഇതെല്ലാം ആവരണം പെട്ട് കിടക്കുകയാണ്. ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ശ്രമം, അതിലോട്ടാണ് എനിക്ക് ഈ ശാന്തിയിലോട്ടും സമാധാനത്തിലോട്ടും അതിനെ മോക്ഷാവസ്ഥയിലോട്ട് പോകുമെന്ന് പറയുന്നത്. പിന്നെ എനിക്ക് ജന്മമില്ല. ഈ ശരീരത്തിൽ കൂടെ എന്ന് വെച്ചാൽ എൻ്റെ വാസനകളാണ് ഈ പറയുന്നതും പ്രവർത്തിക്കുന്നതും അനുഭവങ്ങളല്ല. ഞാൻ ഈ വാസനകളെ ഞാൻ ഈ സമചിത്തതയിൽ കൂടെ സമചിത്താണ് ആദ്യം കൈവരിക്കേണ്ട സാധന. ഈ സാധനങ്ങളിൽ കൂടി ഞാൻ ആദ്യം അറ്റൈൻ ചെയ്യേണ്ട സ്റ്റേറ്റ് എന്താണ്? മനഃശുദ്ധി, ചിത്തശുദ്ധി എന്ന് വെച്ചാലും സമഭാവന. എല്ലാ പെയർ ഓഫ് ഓപ്പോസിറ്റ്സിനെയും ദ്വന്ദ് അനുഭവങ്ങളെയും ഞാൻ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കണം.
അതിപ്പോ നമുക്ക് സാധ്യമല്ല. നമ്മൾ ഈ എമോഷൻസിൽ പെട്ട് നമ്മൾ മേപ്പോട്ടും താപ്പോട്ടും കടന്ന് അല്ലെ, ഇതാണ് നമ്മുടെ എക്സോഷൻ. ഇതിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യൂടെ ഒക്കത്തുള്ളൂ. അർജുനൻ പറയുന്നുണ്ട് നമ്മൾക്ക് ഇതൊക്കെ പറയാൻ കൊള്ളാം, ഇതൊന്നും നടക്കുന്ന കാര്യമില്ല മനസ്സിലെ. ഇതൊക്കെ ഇതുപോലെ അർജുനനും വേറെടുത്ത് പറയുന്നുണ്ട്, കൃഷ്ണ ഈ മനസ്സ് വളരെ ചഞ്ചലതയുള്ളതാ. കൊടുങ്കാറ്റിനെ പോലും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും, പക്ഷെ ഈ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. പക്ഷെ അപ്പൊ കൃഷ്ണൻ പറയുന്നുണ്ട്, ശരിയാ അർജുന നീ പറയുന്നത്, പക്ഷേ അഭ്യാസം കൊണ്ട് നടക്കും. അഭ്യാസം വെച്ചാൽ നമ്മൾ പരിശീലനം, അതൊരു അനുഭവമാണ്. ഇത് എത്രയോ പേര് അനുഭവിച്ച അനുഭവമാണ് എഴുതി വെച്ചിരിക്കുന്നത്, അല്ലാതെ വെറും ഒരു സിദ്ധാന്തമല്ല. പ്രാവർത്തികമാക്കാൻ പറ്റാത്ത ഒരു സിദ്ധാന്തം എഴുതി വെച്ചിട്ടില്ല. ഇത് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്താൽ. എന്തുവാണ് ഈ പ്രാക്ടീസ്? ഈ പ്രാക്ടീസിൽ കൂടെ ഞാൻ എന്ത് കിട്ടും? സ്വസ്ഥത, സമാധാനം, ജീവിതത്തിന്റെ ദുരിതാവസ്ഥ നീങ്ങിക്കിട്ടും. ഞാൻ ഈശ്വരനിലോട്ട് ഉയരും. ശരീരം കൊണ്ട് പരിണാമത്തിന്റെ ഹയസ്റ്റ് ലെവലിൽ നിൽക്കുക നമ്മൾ. മനുഷ്യന്മാരാ നിൽക്കുന്നത്. ഇനിയും എവല്യൂഷൻ നടക്കേണ്ട എൻ്റെ മനസ്സിനാ. ശരീരത്തിന്റെ ഈ പ്രകൃതിയുടെ എവല്യൂഷൻ ഹയസ്റ്റ് ലെവലിൽ വന്ന് നമ്മൾ ജന്മം എടുത്തിരിക്കുക. ഇനി എനിക്ക് എവല്യൂഷൻ നടക്കേണ്ട എൻ്റെ മനസ്സിനാ. ആ മനസ്സിന് ഞാൻ ഇല്ലാതാവണം. ആ മനസ്സെന്ന് പറയുന്നത് ഭ്രമമാണ്. ആ മനസ്സിനെ ഞാൻ ബാലൻസ് ചെയ്യണം, ന്യൂട്രലൈസ് ചെയ്യണം. ഇപ്പൊ മനസ്സ് എപ്പോഴും മേപ്പോട്ടും താപ്പോട്ടും ഇല്ലേ, ഇങ്ങനെയുള്ള ടർബുലൻസ് ആണ്. ഞാൻ മനഃശാന്തി, ചിത്തശുദ്ധി വരുത്തണം. ചിത്തശുദ്ധി വന്ന മനസ്സിന് ധ്യാനാവസ്ഥയിൽ കൂടി എനിക്ക് ആ പരമാത്മയെ ജയിക്കാൻ പറ്റും, ആത്മാനുഭൂതി നേടാൻ പറ്റും. ഇതാണ് നമ്മൾ നേടേണ്ട പരമമായ ലക്ഷ്യം. ഇപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഈ വരികളിൽ കൂടെ വായിക്കുമ്പോഴേ നമ്മൾ വെറുതെ ഇങ്ങനെ വായിച്ചു പോകാതെ ഓരോന്നിനെ കുറിച്ചും ചിന്തിക്കണം. നമ്മുടെ ആ ബേസിക്സ് എല്ലാവരും അറിയാം. ഈ ബേസിക്സിനെ വെച്ചാൽ ഓരോരുത്തരും ചിന്തിക്കണം. നമുക്ക് അങ്ങനെ ആർക്കും ആരെയും പഠിപ്പിക്കാനൊക്കുന്നില്ല. സ്വയം പഠിക്കേണ്ട ഒരു സബ്ജക്റ്റായി ഇത്. നമ്മൾ ഇന്ന് പറയുന്നുണ്ട് ഞാൻ അവിടെ പോയി അത് പഠിച്ചു, അങ്ങനെ പഠിക്കാൻ സബ്ജക്റ്റ് ഞാൻ തന്നെ ശ്രമിച്ച് ഇതിനെ മനസ്സിലാക്കണം. കാരണം അത്ര ക്ലിയർ ആയിട്ടാണ് എഴുതി വെച്ചത്. ഇപ്പൊ നമുക്ക് സംസ്കൃതത്തിന്റെ ഒന്നും പ്രശ്നമില്ല, എല്ലാം മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കണം, നിരന്തരം ചിന്തിക്കണം. രാവിലെ വൈകുന്നേരം വിളക്ക് കത്തിക്കുന്നവർ ചിന്തിച്ചാൽ മാത്രം പോരാ, സദാസമയവും ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ. ഇതാണ് പ്രയത്നം. അത് മനസ്സിന്റെ പ്രയത്നമാണ്, ശരീരം കൊണ്ട് ചെയ്യേണ്ട പ്രയത്നമല്ല. അത് അത്രയ്ക്ക് പ്രയാസമാണ്. പക്ഷെ ആ പ്രയാസമുള്ളത് എന്തിനു വേണ്ടിയാ? എൻ്റെ സ്വസ്ഥത. എല്ലാവരും സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ് ഇവിടെ ജീവിക്കുന്നത്, കർമ്മങ്ങൾ ചെയ്യുന്നതല്ല. പക്ഷേ നമ്മൾ ശരിയായിട്ട് ഒന്നിനെയും ശരിയായി ഗ്രഹിച്ചിട്ടല്ല ഈ ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പം ഈ കാര്യങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് നിരന്തരം ഈ മനനം ചെയ്ത് വേണം അത് ഉറപ്പിക്കാൻ. അല്ലാതെ നമ്മളിങ്ങനെ ഇതെല്ലാം കേൾക്കുമ്പോൾ ശരിയാ, പക്ഷെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാ? പരിശീലനം ചെയ്യണം. പരിശീലിക്കാതെ ഇവിടെ ഒരു കർമ്മങ്ങളും ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. ഒരു കാർ ഓടിക്കണമെങ്കിലോ ഒരു സൈക്കിൾ ഓടിക്കണമെങ്കിലോ ആദ്യമേ കയറി അങ്ങ് ചെയ്യാൻ പറ്റുമോ? പരിശീലിക്കണ്ടേ? എന്ന് പറയുന്ന പോലെ ഇതെല്ലാം നമ്മൾ പരിശീലിക്കണം. പരിശീലിക്കുന്ന കാര്യങ്ങളെ ഗ്രഹിച്ചിട്ട് വേണം. നമ്മൾ ആരെങ്കിലും എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ട് നമ്മൾ പരിശീലിച്ച കാര്യമില്ല. ശാസ്ത്രങ്ങളെ ശരിയായ രീതിയിൽ അത് ചൂണ്ടിക്കാണിക്കുന്ന അർത്ഥത്തിൽ നമ്മൾ ഗ്രഹിച്ച് പരിശീലിച്ചാൽ നമുക്ക് ഇതേ അനുഭവം നമുക്കും ഉണ്ടാവും. അതൊരു പരമാർത്ഥമാണ്. നമ്മൾ ഇതൊന്നും അറിയാത്തടത്തോളം കാലം ഇതൊക്കെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ പറയാൻ കൂടി ഇതൊന്നും ശരിയല്ല. നമുക്ക് ഇതിനെയൊക്കെ ഡൗട്ട് തോന്നും. ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇതൊക്കെ ഇന്ന് മനുഷ്യൻ ഈ അറ്റൈൻ ചെയ്തിട്ടുള്ള എല്ലാ പ്രോഗ്രസ്സും എത്രയോ കാലങ്ങൾ, ഏതോ യുഗങ്ങൾക്ക് മുമ്പ് ഇതെല്ലാം ഇവിടെ നമുക്ക് തന്നെ അറിയാമല്ലോ. ഓരോ ക്ഷേത്രങ്ങളുടെ ഇന്നത്തെ ഈ ഓരോ നിർമ്മിതിയൊക്കെ തന്നെ നമുക്ക് അതിശയിക്കത്തില്ലയോ? ഇന്നത്തെ കാലത്ത് ഇത്രയും ക്രെയിനൊക്കെ ഉണ്ടായിട്ട് അന്ന് ഇതൊന്നും ഇല്ലാത്ത സമയത്ത് എങ്ങനെ ഈ ക്ഷേത്രങ്ങൾ പണിതു എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഇതിനൊക്കെ നമുക്ക് ഒരു എത്തും പിടിയും കിട്ടത്തില്ല. ഇതിനെക്കാട്ടിലൊക്കെ എത്രയോ അതാ മനസ്സിന്റെ പൊട്ടൻഷ്യൽ നമ്മുടെ ഈ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, ഇതിലൊക്കെ ഇന്നത്തെ മനുഷ്യന്റെ മനസ്സ് നാരോ ഡൗൺ ചെയ്തു വന്നിരിക്കുക. ഈ യുഗത്തിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇപ്പൊ എല്ലാവരും സെൽഫിഷാ, നാരോ ആണ്. നമ്മളെല്ലാം ഇങ്ങനെ അതുമാണ് ഈ നാശത്തിലോട്ടുള്ളത്. ഈ എക്സ്പാൻഷനാണ് എൻ്റെ എവല്യൂഷൻ, എൻ്റെ മൈൻഡിന്റെ എക്സ്പാൻഷനാണ്. അതാ അടുത്ത ഈ കലിയുഗത്തിൽ നിന്ന് ഞാൻ പോകേണ്ടത് എങ്ങോട്ടാ? അടുത്ത കലിയുഗത്തിലോട്ടല്ല, ഈ സത്യയുഗത്തിൽ ജന്മം വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ മൈൻഡിന് എക്സ്പാൻഷൻ വേണം. അത്രയ്ക്ക് ഒരു സ്റ്റേറ്റാണ് ആ യുഗത്തിന്റെ പ്രത്യേകത. അതാ സത്യയുഗത്തിൽ നിന്ന് ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഈ യുഗത്തിന്റെ നമ്മൾ ക്ഷയമാണിത്. ഈ ക്ഷയം എന്തിനു വേണ്ടിയാ? അടുത്ത ഒരു എവല്യൂഷന് വേണ്ടിയാ. അടുത്ത് ആ ഒരു പരമാത്മ ചൈതന്യത്തിലോട്ടുള്ള ഒരു വികാസമാണ്.
അതാണ് എക്സ്പാൻഷൻ. അതാണ് സ്വസ്ഥത, സമാധാനം. നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം എഫക്റ്റ് ആവും, നമുക്ക് അനുഭവപ്പെടും. പക്ഷേ നമ്മൾ ഈ ശാസ്ത്രങ്ങളെ മനസ്സിലാക്കി നമ്മൾ ഉൾക്കൊണ്ട് ഇതിനെ പ്രാക്ടീസ് ചെയ്യണം. ഇതാണ് ഈ ശ്ലോകത്തിലുള്ളത്. അടുത്തത് അസത്തിനെ കുറിച്ച് പറയുകയാണ്. അടുത്ത ക്ലാസ്സിൽ പറയാം. ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയണേ. നിങ്ങൾ ഇതിനെക്കുറിച്ച്, ഈ പരമാത്മ ചൈതന്യത്തിനെ കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കി എന്താണ് മനസ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തോന്നലുകൾ എന്താണ്? ആരെങ്കിലും ഒന്ന് പറയാമെങ്കിൽ നല്ലതായിരുന്നു. നമ്മള് ഇതിങ്ങനെ ചിന്തിക്കുന്ന ദിവസമാണ്. ഇപ്പൊ എപ്പോഴും നമ്മൾ ചിന്തിച്ചോണ്ടിരിക്കണം എന്ന് പറഞ്ഞില്ലേ? എന്താണ് നമ്മള് എങ്ങനെയാണ് നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത്? നമ്മൾ ചിന്ത കൊണ്ട് തന്നെ അല്ലേ, മനസ്സുകൊണ്ട് തന്നെ ചിന്തിച്ച് തന്നെയാണല്ലോ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് നമ്മൾ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഞാൻ എന്ന് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആ ഞാൻ എന്ന് തോന്നുന്നത് ഈ ശരീരത്തിനെ അല്ല, മനസ്സിനെയും അല്ല. അതിന് നമ്മൾ ആ ശരീരവും മനസ്സും പ്രവർത്തിക്കുന്ന ഏതൊരു ശക്തിയാണോ ആ ശക്തിയാണ് ഞാൻ എന്നുള്ളത് നമ്മൾ എപ്പോഴും ചിന്തിച്ചോണ്ടിരിക്കണം, എന്ത് ചെയ്തോണ്ടിരിക്കുമ്പോഴും. അതല്ലേ, അങ്ങനല്ലേ നമുക്ക് പ്രാക്ടീസ്. അതെ, അത് ആ അവയർനെസ്സിലായിരിക്കണം. എപ്പോഴും ആ അവയർനെസ് ഉണ്ടാവണം. ആണ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കേണ്ടത്. നമ്മളിപ്പോ എപ്പോഴും ഞാൻ എനിക്ക് തോന്നുന്ന ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരവും മനസ്സും അല്ല. ആ ശരീര മനസ്സിനെയും ഈ പ്രവൃത്തി ചെയ്യാൻ പ്രകാശിപ്പിക്കുന്ന അതിനെ നമ്മളെ ഈ ഇന്ദ്രിയങ്ങളിൽ എല്ലാത്തിനും വേണ്ടിയിട്ട് ഇപ്പൊ ഈ പറഞ്ഞ ചൈതന്യമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ആ ചൈതന്യം ആണ് ഞാൻ എന്നല്ലേ നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത്, എന്ത് ചെയ്തോണ്ടിരിക്കുമ്പോഴും. അത്രയല്ലേ. ഇപ്പൊ നമ്മളെന്താ ചിന്തിക്കുന്നേ? ഇപ്പൊ ഈ ശരീരം നമ്മൾ വിചാരിക്കുന്ന ഈ ശരീരവും മനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഞാനല്ല ഇരിക്കുന്നത് ഇല്ല. ഇപ്പൊ നമ്മൾ ഓരോ കർമ്മങ്ങൾ, ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇപ്പൊ നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എന്താണ്? ഞാൻ ചെയ്യുന്നു എന്നല്ലേ നമ്മൾ വിചാരിക്കുന്ന. ഞാൻ എന്ന് പറയുന്നത് നമ്മളെ ശരീരവും മനസ്സുമായിട്ടല്ലേ ഇത് അങ്ങനെ അലിഞ്ഞു ചേർന്നിരിക്കുന്ന പോലെയല്ലേ നമുക്ക് തോന്നുന്നത്. ഞാൻ എന്ന് പറയുന്നത് ശരീരം. ഇപ്പൊ നമ്മൾ ഓരോ കാര്യം ചിന്തിക്കുമ്പോൾ ഞാൻ ഈ ശരീരമാണെന്നുള്ള തോന്നലൊന്നുമല്ല. ഞാൻ നോർമലായിട്ട് ചോദിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ തോന്നൽ ഞാൻ പറയാം. എന്റെ ഒരു മനസ്സിൽ തോന്നിയ കാര്യം പറയാം. ഇപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്നീ നേരത്തെ നടന്ന കാര്യങ്ങൾ ഇല്ലേ, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ, ഇന്നലെ വരെ നടന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നത് എനിക്ക് ഇങ്ങനെ വരണം, ഇതുകൊണ്ട് എനിക്ക് ഈ പ്രയോജനം വരണം, അല്ലെങ്കിൽ ഇത് എനിക്ക് പേരെടുക്കണം, അല്ലെങ്കിൽ ഈ അഹന്ത മമതയിൽ ഒന്നിൽ ഞാൻ എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ ഈ കർമ്മം ഇതിനെ കൊണ്ടുപോകണം, എനിക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവണം, അല്ലെങ്കിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും പ്രയോജനം ഉണ്ടാവണം, ഈ സ്വാർത്ഥ ചിന്ത, അല്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ചുള്ള ചിന്ത, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ചിന്ത, ഇത് മൂന്നും അധർമ്മമാണ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന അങ്ങനല്ലയോ? റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം, റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ലത് പ്രവൃത്തി ചെയ്താലും ചീത്ത പ്രവൃത്തി ചെയ്താലും പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാം അധർമ്മമാണ്. നമ്മളിപ്പം ഈ ലോകത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നൊരു ചിന്ത നമ്മളിലുണ്ടോ? ചിന്ത വന്നാൽ അത് അധർമ്മമാവും. ഇപ്പൊ അങ്ങനെ ചിന്തിക്കുന്നവർ ഇല്ലെന്ന് പറയുന്നില്ല. പൊതുവെ എങ്ങനെയാ ചിന്തിക്കുന്നത്? നമുക്ക് നമ്മൾ ഓരോ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെ എനിക്ക് പ്രയോജനം വരണം എൻ്റെ കുടുംബത്തിനും, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഫാമിലി, അല്ലെങ്കിൽ എൻ്റെ ആൾക്കാർക്ക്, എന്നിട്ട് അയലത്തുകാർക്കും എല്ലാവർക്കും വരണമെന്നുണ്ടോ? നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയലത്തുകാർക്കും വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ല, നമ്മളെപ്പോഴും നമ്മൾ അഹന്ത മമതയിലാണ്. ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ ഇത്, ആ രീതിയിലാണ്. അല്ലെങ്കിലോ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ എന്തെങ്കിലും അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ ചെയ്തു, അങ്ങനെ, അല്ലെങ്കിൽ ഞാൻ കർമ്മം ചെയ്യുകയും ഒന്നീ പാസ്റ്റിലോട്ട് മനസ്സ് പോവും, അല്ലെങ്കിൽ ഫ്യൂച്ചറിലോട്ട് മനസ്സ് പോവും, അല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് എനിക്ക് എത്ര ഇത് ഉണ്ടാക്കാം, നമ്മൾ ഈ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എത്ര പ്രയോജനം ഉണ്ടാകും, ഈ ചിന്തകളാണ് നമ്മുടെ എങ്ങനെ ഇത് മൂന്നുമാണ് നമ്മളിപ്പോ ചിന്തിച്ചോണ്ടിരിക്കുന്നത്. അതെ, ഈ മൂന്ന് ചിന്തയ്ക്കും പകരം ഞാൻ ഇരിക്കുന്ന ഈശ്വരനിലാണെന്നും ഈ ഈശ്വര ചൈതന്യം എന്നിലുണ്ടായോണ്ടാണ് എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതെന്നും, ഞാൻ ഈ അഹന്ത മമത എന്നുവെച്ചാൽ ഞാൻ എൻ്റെ ഇത് വിടണം. നമ്മൾ പതുക്കെ വിടാൻ ശീലിക്കണം. ഈ സ്വാർത്ഥതയെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യണം. നമ്മൾ എത്രത്തോളം പേരെ ഉൾക്കൊള്ളിക്കാമോ, കാരണം എനിക്കും നല്ലത് വരണം, മറ്റുള്ളവർക്കും നല്ലത് വരണം, അല്ല എനിക്ക് മാത്രം വരണം. നമ്മൾ ഈ പതുക്കെ ഈ സ്വാർത്ഥതയാണ് നമ്മുടെ ദുരിതത്തിന് കാരണം.
ഈ അഹന്ത മമതയാണ് ഈ അർജുനൻ തളരാൻ കാരണം എന്താ? ആദ്യം അർജുനൻ യുദ്ധകളത്തിലോട്ട് വന്നത് എങ്ങനെയാണെന്നറിയോ? ഈ കാരണം ഭയങ്കര ഏറ്റവും നല്ല ബില്ലാളി വീരനാണ് അർജുനൻ. അർജുനൻ തോൽപ്പിക്കാൻ ആർക്കും ഒക്കത്തില്ല. അങ്ങനുണ്ട്. ഇപ്പം കൃഷ്ണ രഥം രണ്ട് സൈന്യത്തിന്റെ നടുക്കൊണ്ട് നിർത്ത്, ഞാൻ കാണട്ടെ എന്നോട് ആരൊക്കെയാണ് യുദ്ധം ചെയ്യാൻ മതി, ഞാൻ കാണട്ടെ ഒരു അഹംഭാവത്തില്ല കൃഷ്ണനോട് ആജ്ഞാപിക്കുകയാണ്. രണ്ട് സൈന്യങ്ങളുടെ നടുവിൽ കൊണ്ട് നിർത്തി എന്നോട് ആരൊക്കെയാണ് എന്നോട് വന്നേക്കുന്നത്, ഞാൻ അത്രയ്ക്ക് കേമനാണ്, അഹന്തയിലാണ് വന്നത്. അപ്പോ കൃഷ്ണൻ അന്നേരം ഈ മനസ്സിൽ ആരോടുള്ള ദേഷ്യവും പ്രതികാരവും വെറുപ്പും ഒക്കെയുള്ള കൗരവരോടുള്ള വെറുപ്പും വിദ്വേഷവും പ്രതികാരവും ഒക്കെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുക. അപ്പൊ അവരെയൊക്കെ നശിപ്പിക്കാനുള്ള ആ ഒരു വ്യഗ്രതയിലാണ് അർജുനൻ വരുന്നത്. ആ അർജുനൻ കൊണ്ടിപ്പോ കൃഷ്ണൻ കൊണ്ട് നിർത്തുന്ന എവിടാ? ദുര്യോധന്റെ മുമ്പിലല്ല. ഈ രഥം കൊണ്ട് നിർത്തുന്നത് ദ്രോണാചാര്യരുടെയും ഭീഷ്മ പിതാവിന്റെയും മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ടാണ് പറയുന്നത്, അർജുന കണ്ടോളൂ, നിന്നെ കുരുവംശത്തിന്റെ ശ്രേഷ്ഠന്മാരെ കണ്ടോളൂ, നിന്നെ നീയാക്കി എന്നുള്ള അതാണ് ആ വരികളുടെ അർത്ഥം. ഇവരാണ് നിന്നോട് യുദ്ധം. അപ്പോഴേ തലേ ദിവസം ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, സമയമില്ല പറയാൻ, 2 മിനിറ്റേ ഉള്ളൂ. ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഈ മനസ്സിനെ ദൗർബല്യം, എന്നെ വളർത്തിയ മുത്തശ്ശനെ കൊന്നിട്ട് വേണോ ഈ പെട്ടെന്ന് മമത, എൻ്റെ മുത്തശ്ശൻ അത് മമതയാണ്. എൻ്റെ ഗുരുവിനെ കൊന്നിട്ട് വേണോ എനിക്ക് ഈ രാജ്യം? നേരെ ഞാൻ അഹന്തേ വന്ന അർജുനൻ മമതയിലോട്ട് വീണത് ദുർബലനാവുക, തളരുക. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നമ്മൾ സൂക്ഷ്മമായിട്ട് നമ്മുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്ത് നോക്കണം. ഈ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായ സത്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോഴും, ആ അനുഭവങ്ങളേ ഉള്ളൂ ഇപ്പോഴും. നമ്മൾ അതുകൊണ്ട് ഈ ശാസ്ത്ര സത്യങ്ങളെ മനസ്സിലാക്കിയാൽ നമ്മുടെ അനുഭവങ്ങളെ നമുക്ക് വളരെ ശാന്തതയിലോട്ട്, ഇപ്പം നമ്മൾ ഈ തളർച്ച എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നാശമാണ്, നമ്മുടെ സ്വസ്ഥതക്കേടാണ്, ദുരിതമാണ്. എനിക്ക് സമാധാനത്തിലോട്ട് പോകണമെന്നുണ്ടെങ്കിലോ ഞാൻ ഈ അഹന്ത മമതയിൽ ഇരിക്കരുത്. നമ്മൾ ഇതിനെ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ഇതിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ദുരിതാവസ്ഥ. ഈ ശാസ്ത്രങ്ങളെ നിങ്ങൾ സൂക്ഷ്മമായി പഠിച്ച് ഉൾക്കൊള്ളണം. പഠിക്കുക വെച്ചാൽ എന്തോ? ഉൾക്കൊള്ളണം, ചിന്തിക്കണം, മനനം ചെയ്യണം. അതിലേക്കൂടെ നമുക്ക് ഇതിനെ ക്ലിയർ ആവും, യാതൊരു സംശയവുമില്ല. നമ്മൾ ചിന്തിക്കണം, ചിന്തിച്ച് നിങ്ങൾ ആരെങ്കിലുമായിട്ട് സംസാരിക്കണം ഈ വിഷയങ്ങൾ. നമ്മൾ ലോകകാര്യം പറയുന്നതിന് മുമ്പ് പൊളിറ്റിക്സോ മറ്റേ വീട്ടിലെ സംഗതികളോ പറയുന്ന ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാൻ പഠിക്കണം. അങ്ങനെ ഇതിലോട്ട് വരുന്നത്. ഇതാണ് പരിശീലനം, പ്രാക്ടീസ് ചെയ്താ. സമയം തീർന്നിട്ടുണ്ടോ? സമയമാവും. നമുക്ക് നാളെ അടുത്തതിലോട്ട് പോകാം.